നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സി പി ജോൺ വീണ്ടും വരികയാണ്. സി പി ജോണിനെ സംബന്ധിച്ചിടത്തോളം സി പി ജോണിനെ ഇത്തവണ വിമർശിക്കുന്നില്ല. സി പി ജോണിനെതിരായി ഉയർന്ന ഒരു വലിയ വിമർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. സി പി ജോൺ എന്ന് പറയുന്ന ഒരു മന്ത്രി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായ സി പി ജോൺ, ആ സി പി ജോൺ ഏറെക്കാലം സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു. നമുക്കറിയാം MVR ആണ് അദ്ദേഹത്തിൻ്റെ മെൻറ്റർ. അപ്പോൾ അങ്ങനെ സി പി ജോൺ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ MV രാഘവനെ CPM-ൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം മാറി CMB എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ആ CMB-യിൽ MVR-നോടൊപ്പം പോയ ഒരു നേതാവാണ് സി പി ജോൺ. ഒരുപക്ഷെ സി പി ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഇപ്പോഴത്തെ മന്ത്രിയെക്കുറിച്ചല്ല പറയുന്നത്, സി പി ജോൺ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തോട് നമുക്ക് പലർക്കും ബഹുമാനം തോന്നാറുണ്ട്. പലരെയും പേരെടുത്ത് വിളിക്കാൻ ഇടയുള്ള ചില സൗഹൃദങ്ങൾ അദ്ദേഹം എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പലപ്പോഴും നമ്മളോടുള്ള സംഭാഷണങ്ങളിൽ പോലും സരസമായി അദ്ദേഹം സംസാരിക്കുകയും ഏറെ നേരം അദ്ദേഹം സംസാരിച്ച് നമുക്കൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതിലൊന്നും വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും, അദ്ദേഹം മന്ത്രി ആയതിനു ശേഷമല്ല, അതിന് മുമ്പുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ അങ്ങനെ തന്നെയാണ്. ഒരു നേരം നമ്മൾ അദ്ദേഹത്തെ കാണാനായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചായയും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭക്ഷണമായി തരുന്ന സ്വഭാവക്കാരൻ കൂടിയാണ് ഈ സി പി ജോൺ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ CMB നേതാവ്. എന്നാൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും തെറ്റായ സമീപനം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് സി പി ജോൺ എന്ന് പറയുന്ന മന്ത്രി നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ ഒരു സ്ത്രീക്ക് പോലും അങ്ങനെ ഒരു തർക്കമുണ്ടാകാൻ ഇടയില്ല. കാരണം അതെല്ലാ സ്ത്രീകളുടെയും അവരുടെ ഒരു ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവരുടെ ഒരു അവരുടെ ഒരു സ്വയം ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റ്, അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. പല സ്ത്രീകളും ഈ പറയുന്ന പോലെ പണക്കാരായ സ്ത്രീകൾ പാവങ്ങളാണ് എന്ന് അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞു, കാര്യം ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരായി ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ചില രീതികളിൽ എവിടെയൊക്കെ ഒരു ഇടതുപക്ഷ വിരുദ്ധത കൂടി കടന്നു വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. ഒരു പ്രമുഖ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓൺലൈൻ ചാനൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യത്തോടു കൂടി അദ്ദേഹം പെരുമാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യം, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യം എന്ന് പറയുന്നത്? അതാണ് മനസ്സിലാവാത്തൊരു കാര്യം. കമ്മ്യൂണിസ്റ്റുകാരന് ധാർഷ്ട്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റുകാരന് ജന്മനാ തന്നെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയി കഴിയുമ്പോൾ അയാൾ എടുത്ത് ചാർത്തുന്ന ഒരു സാധനമാണോ ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ? എത്രയോ നമുക്കറിയാം, തിരുവനന്തപുരത്തെ മേയർ ബ്രോ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെ ആയിരുന്നില്ലേ കഴിഞ്ഞ പ്രളയകാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കെട്ടുകണക്ക് സാധനങ്ങൾ ചെറുപ്പക്കാരെ ക്രോഡീകരിച്ചുകൊണ്ട്, ചെറുപ്പക്കാരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ഒരു കളക്ഷൻ സെൻറ്റർ തുടങ്ങി. അവിടെ നിന്ന് രാപ്പകലില്ലാതെ അന്ന് ജില്ലാ കളക്ടറായിരുന്ന വാസുകിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് അവിടുത്തെ കളക്ടർ ബ്രോ എന്ന് അവിടുത്തെ ചെറുപ്പക്കാർ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. VK പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നേ. എവിടെയാണ് അദ്ദേഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യം നിറഞ്ഞിരിക്കുന്നത്? അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ ധാർഷ്ട്യത്തിൻ്റെ ആൾരൂപമാക്കി ചിത്രീകരിച്ചുകൊണ്ട് CPM-കാരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന സമീപനം തെറ്റാണ്. അങ്ങനെ ഒരു അടച്ചാക്ഷേപം ശരിയല്ല. കമ്മ്യൂണിസ്റ്റുകാർ ധാർഷ്ട്യക്കാരല്ല. എന്തുകൊണ്ടായിരിക്കാം മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെയൊരു രീതി വന്നത്? അത് എല്ലാ മാധ്യമപ്രവർത്തകരല്ല, ചില മാധ്യമപ്രവർത്തകർക്ക് ഈ പിണറായി വിരോധം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. പിണറായി വിജയനോട് കനത്ത അമർഷമുള്ള ആളുകൾ. എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളെ എല്ലാ കാലത്തും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൽ ഇപ്പോൾ M സ്വരാജിനെ പോലെയുള്ള ആളുകളുണ്ട്, P രാജീവിനെ പോലെയുള്ള ആളുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകളുള്ള ഒരു പാർട്ടിയാണ് CPM. എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരനൊരു ധാർഷ്ട്യം ഉണ്ടാകുന്നത്? എന്തേ ഇവിടെ കോൺഗ്രസ്സിലുള്ള ആർക്കും ധാർഷ്ട്യമില്ലേ? കോൺഗ്രസ്സിലുള്ളവർക്കും ധാർഷ്ട്യം ഉണ്ടെന്നേ. ഈ പറയുന്ന VD സതീശൻ്റെ പത്രസമ്മേളനം എടുത്ത് നോക്കിയാൽ മതി. ആ ധാർഷ്ട്യത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്കവിടെ കാണാൻ സാധിക്കും. ചില മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ചോദ്യം ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന് എപ്പോഴാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞിട്ടുള്ളത്? ചോദ്യം ചോദിക്കുന്നവരെടുക്കെ നിങ്ങൾ ഇന്ന മീഡിയ അല്ലേ, നിങ്ങൾ അങ്ങനെ ചോദിക്കൂ, അത് മാത്രമല്ലേ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കൂ, നിങ്ങൾ ഇവിടെ കയറി എന്ന് പ്രസംഗിക്കൂ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണെന്നേ. അപ്പോൾ അത് ധാർഷ്ട്യമല്ലേ? അതോ പൂക്കിത്തരമാണോ? അതോ VD സതീശൻ പറഞ്ഞത് സ്നേഹമസൃണമായ എന്തോ വാചകങ്ങളായിരുന്നു? അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം ധാർഷ്ട്യം എങ്ങനെ വന്നു?
അപ്പം കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം ഈ മാധ്യമങ്ങൾ, ഈ പറഞ്ഞ പ്രസ്തുത മാധ്യമം ഉൾപ്പെടെയുള്ളവർ എടുത്തിട്ട് അങ്ങ് ധാർഷ്ട്രീയക്കാരനാക്കുന്നു, തൻ്റേടികളാക്കുന്നു, ദേഷ്യക്കാരനാക്കുന്നു എന്ന് വേണ്ട മനുഷ്യപ്പറ്റില്ലാത്തവർ വരെ ആക്കി തീർക്കുന്നവരാണ് ഈ പറഞ്ഞ ഒരു പ്രത്യേകതരം മാധ്യമം. ആ മാധ്യമം മറുനാടൻ എന്ന് തന്നെ പറയാം. അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ CP ജോൺ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ, അദ്ദേഹത്തിനോട് സ്നേഹത്തോട് പെരുമാറിയിരുന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോട് CP ജോൺ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അതേപോലെ സ്നേഹത്തോടെ പെരുമാറുന്നില്ല അത്രേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യം കാട്ടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ആരോപണം. അദ്ദേഹത്തിന് വിജയിക്കണമെന്ന് ആഗ്രഹിച്ച നിരവധി ആളുകളുണ്ട്, അത് സത്യമാണ്. CP ജോൺ എന്ന് പറയുന്ന CMP നേതാവ് വിജയിക്കണം എന്ന് നിരവധി പേർ ആഗ്രഹിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനുള്ള അടുപ്പവും സ്നേഹവും കൊണ്ട് തന്നെയാണ്. അപ്പോൾ പറയുകയാണ്, ഇപ്പോൾ നേരത്തെ ചിരപരിചിതനായിരുന്ന മാധ്യമപ്രവർത്തകരോട് പോലും കണ്ടാൽ പോലും മിണ്ടാത്ത അവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നു. അദ്ദേഹം മന്ത്രിയാണെന്നേ, അദ്ദേഹം ഒരു മന്ത്രിയാണ്. പണ്ട് ഇരുന്ന CP ജോൺ എന്ന് പറയുന്ന വെറും രാഷ്ട്രീയ നേതാവ് മാത്രമല്ല CP ജോൺ, അദ്ദേഹം ഒരു മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ചില പരിമിതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നത്, ഇതെല്ലാം CP ജോൺ കാണിക്കുന്നത് അദ്ദേഹം നേരത്തെ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന വാക്കിലാണ് അവർക്ക് പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു വാക്കിലാണ് ആ മറുനാടന് പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം ധാർഷ്ട്യക്കാരനാണ്, ദേഷ്യക്കാരനാണ്. ആ ഹുങ്ക് മാധ്യമങ്ങളോടും അദ്ദേഹം സുഹൃത്തുക്കളോട് വരെ കാണിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തോട്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ആ ഒരു ആളിനോട്, കോമ്രേഡിനോട്, സഖാവിനോട് കാണിക്കുന്ന അവജ്ഞയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഈ പറയുന്ന 10 വർഷക്കാലം നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ പിണറായി വിജയൻ. ഇവിടെ വികസനം നമുക്ക് തന്നത് പിണറായി വിജയനായിരുന്നു. ഈ കാലയളവിൽ അത്രയും ക്രൈസിസ് മാനേജ് ചെയ്തുകൊണ്ട് പോയൊരു മനുഷ്യൻ പിണറായി വിജയനായിരുന്നു. അതും ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരുന്നേ. അദ്ദേഹം ധാർഷ്ട്യം കാണിച്ചു തുടങ്ങി എപ്പോഴാണ്? മാധ്യമങ്ങൾ വളഞ്ഞിട്ട് കള്ളപ്രചരണം നടത്തി അങ്ങേരെ ആക്രമിച്ചപ്പോഴാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പിണങ്ങി തുടങ്ങിയത്. അദ്ദേഹത്തിനെതിരെ ഇവിടെ ഇല്ലാത്ത വിഭാഗീയത പാർട്ടിക്കുള്ളിലുണ്ടെന്ന് വരുത്തി തീർത്തപ്പോഴാണ് മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചത്. അല്ലേ? ഇതെല്ലാം മാധ്യമങ്ങൾക്ക് എതിരാണ് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരെന്ന് വരുത്തി തീർക്കുകയല്ലേ? ഏതെങ്കിലും ഒരു CPMൻ്റെ നേതാവിൻ്റെ അടുക്ക് ചോദ്യം ചോദിച്ചാൽ പറയാതെ പോയിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ CPM നേതാവ് കൃത്യമായി മറുപടി പറഞ്ഞിരിക്കും. അതേസമയം ഈ നാട്ടിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ, അവിടെ പൊന്നാനിയിൽ നടന്ന കടലാക്രമണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ പ്രസ് റിലീസ് വരും, അത് നോക്കിയാൽ മതി എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് മിണ്ടാതെ പോകുന്ന ഒരു നേതാവായിരുന്നില്ല പിണറായി വിജയൻ. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി 1.5 മണിക്കൂർ എടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് വെറും ഒരു ഇൻഫർമേഷൻ മാത്രമായിരുന്നില്ലെന്നേ. ഈ നാട്ടിലെ ജനങ്ങൾ ഓരോ ദുരന്ത സമയത്തും നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഒരു കാരണവരുടെ മനോഭാവത്തോടു കൂടിയാണ് മലയാളിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പല റഷ്യയിലിരിക്കുന്നവർ വരെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മന്ത്രിക്ക് ഇത് എന്തിൻ്റെ അസുഖമാണ്? 1.5 മണിക്കൂർ എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങളെ കാണേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഒരു പ്രസ് റിലീസ് ഇറക്കിയാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത് ഇത്രയും കാര്യം. അപ്പോൾ അതായിരുന്നില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചത്, കമ്മ്യൂണിസ്റ്റുകാരൻ ലക്ഷ്യം വെച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റിനെ കൊണ്ടേ ചോദിക്കാൻ പറ്റുള്ളൂ, നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങുകയല്ലേ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റിനെ കൊണ്ട് മാത്രമേ ചോദിക്കാൻ പറ്റൂ സർ. എന്താണ് അത് മനസ്സിലാക്കാത്തത്? ഇവിടെ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന, നിങ്ങൾ പറയുന്ന ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയും പോട്ടെ, നമുക്കിപ്പോൾ അറിയാലോ രാജീവ് ചന്ദ്രശേഖർ തിരുമലയിലുള്ള ഒരു കൗൺസിലർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാർഡ് കൗൺസിലർ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തെ സ്വന്തം പാർട്ടിക്കാർ തന്നെ കുഴി ചാടിച്ച് കോടികളുടെ കടക്കാരനാക്കി. ആ കടക്കാരനാക്കിയതിൽ മനം നൊന്ത് ആ പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ അവിടത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പ് നീ ചോദിക്കരുത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകയോട് ആക്രോശിച്ചത് എന്താ? ധാർഷ്ട്യമല്ലേ? അത് BJP-കാരുടെ ധാർഷ്ട്യമല്ലേ? അഹങ്കാരമല്ലേ? അഹമ്മതിയല്ലേ? മാധ്യമങ്ങൾ ഒരു കർണാടകയിൽ നടന്ന ഒരു വസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കർണാടകയിലെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ നേരെ കയർത്തെണീറ്റ് പോയത് അതേ ഒരാൾ തന്നെയല്ലേ? BJP-കാരനായിരുന്നില്ലേ? അതെന്തേ? ആ ധാർഷ്ട്യമൊന്നും എന്തുകൊണ്ട് ഈ മറുനാടൻ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യം. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധാർഷ്ട്യം മാത്രമേ ഈ പറയുന്ന മറുനാടന് ചർച്ചാ വിഷയമാകൂ എന്ന് ഉറപ്പല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.